ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. ഇദ്ദേഹം വലിയ കുഴപ്പമില്ല, പക്ഷേ ഈ കക്ഷീനെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇത് തന്നത് മറ്റാരുമല്ല, അനുവേട്ടൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ നാത്തൂൻസ് അമ്മും പാറും. ഈ പറയുന്ന അമ്മു ഉണ്ടല്ലോ, പ്രതിമകളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹമാണ് കേട്ടോ. അവൾ ഒരു ഡോക്ടറായതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് തരികയാണ് കേട്ടോ ഉണ്ടായത്. അതും ഒരു അടിപൊളി ബുദ്ധയുടെ പ്രതിമ. പിന്നെ PG കഴിഞ്ഞപ്പോൾ ദാ കൊണ്ടുവരുന്നു അടുത്ത സമ്മാനം. അതും ഒരു ബുദ്ധയുടെ പ്രതിമ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ പ്രതിമകളൊന്നും ആൾക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ ഇതങ്ങോട്ട് ശീലമായിട്ടോ. പാലക്കാട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വെച്ചപ്പോൾ ഇവളുടെ എല്ലാ സ്നേഹ സമ്മാനങ്ങളും ഇവളുടെ പ്രതിമകൾക്കൊക്കെ ഒരു സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. അതായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ദൗത്യം ഉണ്ടായിരുന്നത്. രണ്ടുപേർക്കും ഇതുപോലത്തെ മഗ് കേക്ക്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗോതമ്പ് പൊടി, കൊക്കോ പൗഡറും പിന്നെ കുറച്ച് പാലുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. മധുരത്തിന് ശർക്കര പൊടിയും ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസും ഞാൻ വെക്കുന്നുണ്ട്. മഗ്ഗിൻ്റെ പകുതി വരെ നമ്മുടെ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. വെറും 3 മിനിറ്റ് മതി മൈക്രോവേവിൽ. നമുക്ക് ഈസി ആയിട്ട് ഒരു മഗ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒറിജിനൽ മഗ് കേക്ക് റെസിപ്പിയായിട്ട് ഇത് കമ്പയർ ചെയ്യണ്ട കേട്ടോ, പക്ഷേ സംഗതി സാറ്റിസ്ഫൈയിങ് ആണ്. പിന്നെ ഒരു ആഡംബരത്തിന് കുറച്ച് കാരമലൈസ് സിറപ്പും പൗഡർ ഷുഗറും ഒക്കെ ചേർക്കാം. ഇളം ചൂടോടുക്കനെ കഴിച്ചാൽ അത്രയും നല്ലത്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്നുള്ള ഷുഗർ ക്രേവിങ്ങിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ഉണ്ടാക്കി നോക്കുകയല്ലേ?